ഷോറൂമിലത്തെ കാറ്റലോഗിൽ എഞ്ചിൻ ഹോഴ്സ് പവർ 100 എഴുതിയിട്ടില്ലോ. ആളുകളുടെ വിചാരം എങ്ങനെയാ? പെട്ടക്കണ കാശ് കൊടുത്ത് വണ്ടി ഇറക്കുമ്പോ ഈ 100 കുതിരയും വർക്ക് ചെയ്യണ്ടെന്നാണ് ആൾക്കാരുടെ വിചാരം. എഞ്ചിൻ ഹോഴ്സ് പവർ 100 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽ ഹോഴ്സ് പവർ ഒരു 70 കിട്ടും, മാക്സിമം 75 കിട്ടും. അവരൊരിക്കലും വീൽ ഹോഴ്സ് പവർ ഒന്നും കാറ്റലോഗിൽ പറയില്ല. എല്ലാവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അവരുടെ നല്ല സൈഡിലേ പറയുള്ളൂ. നമ്മളിപ്പോ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാ, നമ്മള് നല്ല സൈഡിലേ പറയുള്ളൂ. എന്തെങ്കിലും കൂടായി പറഞ്ഞ് നോക്കാം ജോലി കാരണം ഏത് ഇതന്നെ അവരും ചെയ്യണല്ലോന്ന്. കാറ്റലോഗിൽ എഴുതിയതിന് തെറ്റൊന്നുമില്ല. ആ കാറ്റലോഗിൽ കണ്ടിട്ടുള്ള 100 ഹോഴ്സ് പവർ റോട്ടിലോട്ട് എത്തിക്കാൻ കുറച്ച് കുതിരകളെ നമുക്ക് ബലി കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ 100 ഹോഴ്സ് പവറുള്ള എഞ്ചിൻ കഴിഞ്ഞിട്ടാണ് ഗിയർ ബോക്സ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ കേസ്, അത് കഴിഞ്ഞിട്ടാണ് ഡിഫറൻഷ്യൽ, അത് കഴിഞ്ഞിട്ടാണ് ആക്സിൽ, പിന്നെ വണ്ടിയുടെ വെയിറ്റ്. അപ്പൊ കുറച്ച് കുതിരകളൊക്കെ ഇതിൽ ചത്തുപോകും. അതുകൊണ്ടാണ് നമുക്കൊരു 30% കുറവ് റോട്ടിൽ കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? പെർഫോമൻസ് എന്ന് പറയുന്നത് പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. ഈ പവർ ടു വെയിറ്റ് റേഷ്യോ കാറ്റലോഗിൽ ഉണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ആധുനിക ലോകം ഇങ്ങനെയാണ്. വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടാൻ പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കിയാൽ മതി. അതിന് പവർ കൂട്ടുന്ന നിർബന്ധമൊന്നുമില്ല. വണ്ടിയുടെ വെയിറ്റ് കുറച്ചാലും മതി. വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് സ്പ്രങ് വെയിറ്റ്, അതായത് സസ്പെൻഷന്റെ മീതിയുള്ള ഭാഗം. രണ്ടാമത്തെ അൺസ്പ്രങ് വെയിറ്റ്, അതായത് സസ്പെൻഷന് താഴെയുള്ള ഭാഗം, അതായത് വീല്, ടയർ, ആക്സില്, അങ്ങനത്തെ സംഭവങ്ങൾ. നമുക്ക് ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാന്ന് പറയുന്നത് പ്രാക്ടിക്കല്ല, നടപടിയാവില്ല. പക്ഷെ നമുക്ക് ടയറിന്റെയും വീലിന്റെയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അൺസ്പ്രങ് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പെർഫോമൻസ് അഡ്വാൻറ്റേജ് കിട്ടും. അതായത് നിങ്ങളുടെ വണ്ടിയിലത്തെ സ്പ്രങ് വെയിറ്റും അൺസ്പ്രങ് വെയിറ്റും തമ്മിൽ 8 മടങ്ങ് വ്യത്യാസമുണ്ട്. അതായത് നിങ്ങളുടെ 4 വീലിലത്തെ ഒരു വീലിൽ നിന്ന് വെറും 2 കിലോ കുറച്ച് കഴിഞ്ഞാൽ 64 കിലോ ബോഡി ചാസിസ് എഞ്ചിൻ സൈഡിൽ നിന്ന് കുറയണതിന് തുല്യ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 30 കുതിര ചത്തുന്ന്, അതിലെ 7 എണ്ണത്തിന് ജീവൻ കൊടുക്കണ പോലെ അത്. വെയിറ്റ് കുറയ്ക്കാന്ന് ഓർത്തിട്ട് പുതിയ വീലും ടയർ എടുക്കാൻ പോയാലും അതുമ്മ വെയിറ്റ് ഒന്നും എഴുതിണ്ടാവില്ല. മനസ്സിലായാ? നമ്മളത് തൂക്കി നോക്കേണ്ടി വരും. ഒരു വെയിങ് മെഷീൻ കയ്യിൽ കൊണ്ട് കിടക്കുക. എടോ, നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന വീലിനൊക്കെ വെയിറ്റ് കുറഞ്ഞ വീലെടുത്തിട്ട കാര്യമുള്ളൂ, നല്ല പെർഫോമൻസ് കിട്ടുള്ളൂ. നമ്മുടെ വീലിനൊക്കെ വെയിറ്റ് ഉള്ള വീലെടുത്ത് കഴിഞ്ഞാൽ വെറുതെ മാസം മാത്രമേ കൂടുള്ളൂ, പെർഫോമൻസ് കിട്ടില്ല. നമ്മുടെ ഈ റാലി കോമ്പറ്റീഷനിൽ വരുന്ന കാറുകളുടെ വീലും ടയറൊക്കെ കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് ആയിരിക്കുന്നേ. ഇതിപ്പോ വെറുതെ നാട്ടുകാരെ കാണിക്കാൻ ഷോയ്ക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അതല്ല, നിങ്ങൾക്ക് വണ്ടിയുടെ പെർഫോമൻസ് ആണ് ഉദ്ദേശമെങ്കിൽ ഈ എഞ്ചിൻ മോഡിഫൈ ചെയ്യണേക്കാളൊക്കെ മുന്നേ, ടർബോയും റോക്കറ്റ് ലോഞ്ചറൊക്കെ വെക്കണേക്കാളൊക്കെ മുന്നേ വെയിറ്റ് കുറഞ്ഞ വീലും ടയറും ഇടണത് വളരെ നല്ലതായിരിക്കും. എന്ത് സാധനം വെയിറ്റ് നന്നായി കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാന്ന് പറയുന്നത് വെള്ളപ്പങ്ങടിയിൽ വെള്ളപ്പടിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അതൊക്കെ നല്ല പണിയുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടാൻ കുറച്ച് നല്ലതിൻ്റെ വരും. ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മൃഗങ്ങൾ നോക്കിയാൽ മതി. എക്സാമ്പിൾ, നമ്മുടെ കാട്ടിലെ സ്പീഡിൽ ഓടുന്ന ഗടിയില്ലേ ചീറ്റ, അതിന്റെ കാല് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും സ്പീഡുള്ള ഒരു പട്ടിയില്ലേ രാജപാളയം പോലെ ഇരിക്കുന്നത് ഗ്രേ ഹോണ്ട്, അതിന്റെ കാല് നോക്കിയാൽ മതി. തിന്നായിട്ട് വെയിറ്റ് കുറഞ്ഞ്